ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് താമസിച്ച് എണീറ്റാൽ മതി. അന്നേരം ഞാൻ ഇന്ന് വിചാരിച്ചു താമസിച്ച് എണീറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഉറങ്ങിപ്പോയി. ഒരു 6:30 ആയി എണീറ്റപ്പം. പ്രത്യേകിച്ച് നല്ല മഴയും, തകർത്ത് മഴയും. ഈ മഴ സമയത്തൊക്കെ ഈ അമ്മമാർക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള 90s കിഡ്സിലെ അമ്മമാർക്ക്. എനിക്ക് ഭയങ്കര മടിയാണ്. അതിനിടയ്ക്ക് ഇതാണ്ടോ എനിക്കൊരു 33 വയസ്സായതേ ഉള്ളൂ. അതിനിടയ്ക്ക് എൻ്റെ മുടി മൊത്തം നരച്ച്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ മുടി നരച്ച ആളുകൾ? ടെൻഷനും പ്രഷറും ഒക്കെ കൊണ്ടായിരിക്കാം. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും, ഓ കിളവിയായിപ്പോയല്ലോ എന്ന്. അങ്ങനെ രാവിലെ വന്നു. ഒരു ചായയൊക്കെ ആയിട്ട് ഫ്രണ്ട് സിറ്റൗട്ടിൽ വന്നിരുന്ന് ആസ്വദിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, പേരയ്ക്ക മുത്തവും തറയിൽ വീണു കേടായിട്ട്. മഴയും കൂടെ ആയതുകൊണ്ട്. അങ്ങനെ അടുക്കളയിലോട്ട് കയറി. ചായ കുടിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറിയപ്പം അടുക്കളയിലത്തെ കോലമാണ് ഇതൊക്കെ. പുളിയരിയോ ഒന്നും എടുത്ത് മാറ്റിയത് പോലും ഇല്ല. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അരി അടുപ്പത്തിടാം എന്ന് വിചാരിച്ചു. മോൻ കുറച്ച് കഴിഞ്ഞ് താമസിച്ചാണ് എണീറ്റത്. ഒരു 7 മണിയൊക്കെ ആയി. അന്നേരമാണ് ശരിക്കും മൊബൈലെടുത്ത് നോക്കുന്നത്. വാട്സപ്പിൽ അവൻ്റെ ട്യൂഷനിലെ മെസ്സേജ് എടുത്ത് നോക്കുന്നത്. രാവിലെ 7:30 ആയിരുന്നു ട്യൂഷൻ. താമസിച്ചു പോയി. അങ്ങനെ ഞാൻ കാപ്പിയാണെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവൻ പെട്ടെന്ന് റെഡിയായി ചായയൊക്കെ കുടിച്ചിട്ട് അവൻ ട്യൂഷന് പോയി. അതിനിടയ്ക്ക് പുളിയൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നേ, കുടംപുളി ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നേ ചിമ്മിനിക്കടിയിൽ നല്ല കറയായി. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയാണ് പതിയെ കാപ്പിയൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. മോള് മദ്രസയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് പുട്ടും കടലയാണ്. ഞാൻ തലേന്നേ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടലയിൽ ഇവിടെ അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് കടലക്കറിയൊക്കെ ഉണ്ടാക്കാറ്. അങ്ങനെ കടലയൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടാക്കി വേവിക്കാൻ വെച്ചു. അങ്ങനെ കുക്കറിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് അതൊക്കെ വേവിക്കാൻ വെച്ചു. അന്നേരം നമ്മുടെ ടിന്നുകളൊക്കെ എടുത്ത് വയ്ക്കുന്ന വാഷ് ബേസിൻ്റെ അടിഭാഗത്തെല്ലാം പുകയറയും വലയും ഒക്കെ ആയിട്ട്, പുകയറയല്ല വലയൊക്കെ ആയിട്ട് കെട്ടിക്കിടക്കുന്നു. അതൊക്കെ അങ്ങനെ തൂത്തുവാരി വൃത്തിയാക്കി. അതിനിടയ്ക്ക് മോളൊക്കെ പള്ളിയിൽ മദ്രസയിൽ നിന്ന് വന്നു. അങ്ങനെ നമ്മുടെ അപ്പുവിനെ അയച്ച് വയലിൽ കൊണ്ടുപോയി കെട്ടാൻ പോവുകയാണ്. രാവിലെ ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി. ഒരു 8 മണിയൊക്കെ ആയി അവനെ അയച്ച് കെട്ടാൻ തന്നെ. അങ്ങനെ അവനെ അയച്ച് കെട്ടാൻ വേണ്ടി വയലിലോട്ട് പോയതാണ്. അതിനിടയ്ക്ക് 2 കുത്തൊക്കെ എനിക്ക് കിട്ടി. എന്നോട് ചെറിയ ദേഷ്യമുള്ളതുപോലെ അവന്. അങ്ങനെ അവനെ അയച്ച് കെട്ടിയിട്ട് നമ്മൾ ഇച്ചിരി നേരം അവിടെയൊക്കെ നിന്നു. പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥയെന്നൊക്കെ പറയുമല്ലോ, നല്ല മഴയൊക്കെ പെയ്ത് നല്ല കണക്കിന് കിടക്കുവാണല്ലോ. എന്നാലും ചള്ളയും ചെളിയൊക്കെ തന്നെയാണ്. വയൽ പ്രദേശമാണ്. കാലിലെല്ലാം നല്ല കണക്കിന് ചള്ളയാവും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കൈയൊക്കെ ഒന്ന് കഴുകി, കയറിലെ അഴുക്കെല്ലാം പറ്റി കൈയൊക്കെ ഒന്ന് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നല്ല മീൻ കിടക്കുന്നു. ഉമ്മിച്ചി അതിൽ മീൻ കിടക്കുന്നു എന്ന്. അന്നേരം വിചാരിച്ചു ഒന്ന് ആ വീഡിയോ ഒന്ന് എടുക്കാം. അതുകൊണ്ട് നല്ല കുഞ്ഞു മീനുകൾ. അങ്ങനെ ഇവിടെ നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ട് നിന്നാലും പോരാ. വീട്ടിൽ ഇനിയും പണികൾ കിടപ്പുണ്ട്. കുറേശ്ശെയായിട്ട് ചെയ്യണം. കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ല, ഇനിയും കിടക്കുന്നു. കടല വേവിച്ച് വെച്ചിട്ടാണ് വന്നത്. അന്നേരം ഇനി വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ അവിടെ ഒരു 10 മിനിറ്റ് നിന്നതിന് ശേഷം ഇവളെ തൂക്കിയെടുത്തുകൊണ്ട് വന്നതാണ്. അവൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ വയ്യ. ഞങ്ങളുടെ അയൽവക്കത്തെ പൂവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. പക്ഷേ നടാൻ അങ്ങോട്ട് മുറ്റം മൊത്തം പോച്ചയൊക്കെ കയറി കിടക്കുന്നത് കൊണ്ട്, ഒരു വൃത്തിയും ചേലും ഒന്നും ഇല്ലാതെ കിടക്കുന്നത് കൊണ്ട് നടുന്നില്ല. നടണം. അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ വന്നതാണ്ടോ ചെടികളും പൂക്കളുമൊക്കെ
കുറച്ച് നേരം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു. ആരും കാണണ്ട ഞാൻ വീഡിയോ എടുത്തത്. ഇതൊക്കെ പണ്ടത്തെ പൂക്കളാണ്, ഇപ്പോഴും ഉണ്ടല്ലോ, നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. കൂട്ടത്തിൽ ഇതാണ്ട് ഇതും. എപ്പം ഇവർ വന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ വന്നാലും ഇതുപോലെ ചാക്കി കെട്ടി എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൂന കൂട്ടി വെക്കുന്നതല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. ഈ പഞ്ചായത്തിന് നമ്മൾ പൈസ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ സർക്കാർ തന്നെ ഇറക്കുന്ന പ്ലാസ്റ്റിക് അവർ വന്ന് പഞ്ചായത്തുകാർ വന്ന് തിരിച്ചെടുക്കുന്നതിന് നമ്മൾ തന്നെ തിരിച്ച് പൈസ കൊടുക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? അവർക്ക് ഈ 50 രൂപ മാത്രം മതി. പൈസ എന്നാൽ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോവോ? അതില്ല, പ്ലാസ്റ്റിക് കളഞ്ഞിട്ട് പോകും. അങ്ങനെ അതിനിടയ്ക്ക് വന്നാണ്ട് എരുത്തലൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതാണ്ട് കടലക്കറിയൊക്കെ വെച്ചു. പുട്ടൊക്കെ ഉണ്ടാക്കി, ചിരട്ടപ്പുട്ടാണ്. പക്ഷേ അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു കടലക്കറി. കുറേ നാളായി നമ്മളിവിടെ പുട്ടും കടലക്കറിയും ഉണ്ടാക്കിയിട്ടു. അങ്ങനെ ഞാൻ പുട്ടും കടലക്കറിയൊക്കെ തട്ടി അങ്ങ് വിട്ടു. അതിനിടയ്ക്ക് ഇതാണ്ട് ഇന്നലെ കൊണ്ടുവന്നതാണ്, 200 രൂപയാണെന്നാണ് പറഞ്ഞത് ചെങ്കലവ. അങ്ങനെ ചെങ്കലവ എല്ലാം കഴുകി വെച്ചു. അതിനിടയ്ക്ക് ഇതാണ്ട് നമ്മുടെ പോത്തിന് വേണ്ടിയിട്ട് ചീനിയൊക്കെ അരിഞ്ഞ് വെക്കണം. അവനിക്ക് ഇതാണ്ട് ഇതൊക്കെ കൊടുക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവനൊരു വൈകിട്ടൊരു ഉന്മേഷമുള്ളൂ. അങ്ങനെ അതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇതാണ്ടോ നമ്മുടെ മീനൊക്കെ പൊരിച്ചു കേട്ടോ. ഇന്നത്തെ ഉച്ചയൂണിന് ചെങ്കലവ പൊരിച്ചതും മീൻ കറിയും. അപ്പോൾ അത്രയേ ഉള്ളൂ.